ഈ കടപ്പുറം സത്യത്തിൽ അതിനൊരു ചരിത്ര നിയോഗമാണ്. ഭാവനയും സ്വപ്നങ്ങളും ചേർത്ത് ഒരു ലോകത്തെ കാണാൻ ആദ്യമായി നമ്മെ പഠിപ്പിച്ച ഒരു മനുഷ്യൻ പടമെടുത്ത കടപ്പുറമാണ് ഇത്. എസ് കെ പൊറ്റക്കാടിൻ്റെ കടപ്പുറം. അങ്ങനെ പൊറ്റക്കാട് വൈഡാങ്കിളിൽ വെച്ച ഒരു ക്യാമറയെ കുറേ കൂടെ ക്ലോസ് ഷോട്ടിലാക്കി നമുക്ക് തന്നത്, നമ്മെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരുന്നത് ജോർജ് മാലറിയുടെ കഥ, എവറസ്റ്റ് കയറാൻ പോയ കഥ പറയാറുണ്ട്. എന്തിനാണ് വീണ്ടും വീണ്ടും നിങ്ങളതിന് ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് ജോർജ് മാലറി പറഞ്ഞ ഉത്തരം ബിക്കോസ് ഇറ്റ്സ് ദർ എന്നാണ്. അതവിടെ ഉണ്ട് എന്നാണ്. അതവിടെ ഉണ്ട്, നിങ്ങളത് കാണേണ്ടതുണ്ട് എന്ന് നമ്മോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനൊപ്പമാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് എന്ന സന്തോഷം ആമുഖമായി പങ്കുവെച്ചുകൊണ്ട് 2050 കേരളം എങ്ങനെയായിരിക്കും എന്ന സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങരയെ നിങ്ങൾ ഏവർക്കും വേണ്ടി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 7ാം സീസണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2050 കേരളത്തിലേക്ക് പോകും മുമ്പേ നമുക്ക് ഇന്നത്തെ കേരളത്തെ ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ആരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കാണാത്ത ലോകങ്ങൾ കണ്ട, നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ട, ഈ നാട് ഇങ്ങനെയാണോ ആവേണ്ടത് എന്ന്, അല്ലെങ്കിൽ ഈ നാട് ഇങ്ങനെ തന്നെയാണ് ആവേണ്ടത് എന്ന വൈരുദ്ധ്യത്തെ ഉള്ളിൽ പേറുന്ന ഒരാളാണ് എന്നതുകൊണ്ട് സംതൃപ്തനാണോ ഇന്ന് കാണുന്ന കേരളത്തിൽ എന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സംതൃപ്തനാണോ എന്ന് ചോദിച്ചാൽ 50% സംതൃപ്തരും 50% അസംതൃപ്തരുമാണ് ഞാൻ. കേരളത്തിലെ പല കാര്യങ്ങൾ നമുക്ക് അഭിമാനം നൽകുന്നതാണ് എന്ന് ഈ ലോകയാത്ര എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ലോകത്തിൻ്റെ അഭിമാനമായ നാടായി മാറാൻ നമുക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ലോകം ആദരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി കൊണ്ട്, സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ടോ ഒക്കെ ലോകത്തിൽ ഏറ്റവും ആവശ്യമുള്ള മനുഷ്യർ നമ്മളാണെന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മളുടെ ചെറുപ്പക്കാരെ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളെല്ലാം ചൂണ്ടയിട്ട് കുത്തിക്കൊണ്ടു പോകുന്നതോ, അവിടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതോ, അവിടെയൊക്കെ തൊഴിൽ ലഭിക്കുന്നതോ അതൊക്കെ. എന്നാൽ അസംതൃപ്തിയുടെ ഒരു പ്രധാന കാരണം ഇത്ര മിടുക്കരായ ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രങ്ങൾക്കെല്ലാം ആവശ്യമുള്ള ഈ മനുഷ്യരെ നമുക്ക് കിട്ടുന്നില്ലല്ലോ, നാളെ അവരെ നമുക്ക് നഷ്ടപ്പെടുമല്ലോ, അവരില്ലാത്തൊരു കേരളത്തിലായിരിക്കുമല്ലോ ഇവിടെ അവശേഷിക്കുന്നവർ ജീവിക്കേണ്ടി വരുന്നത് എന്നത് അവർക്ക്, അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പ്രേരണ നൽകുന്ന, പ്രചോദനം നൽകുന്ന, പ്രലോഭനം നൽകുന്ന കാര്യങ്ങൾ നമുക്ക് പലതും ഇല്ലാതെ പോകുന്നല്ലോ എന്നുള്ളത് നമ്മളെ നിരാശയുണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഈ 2 ഭാഗങ്ങൾ. എങ്ങനെയാണ് ഈ നിരാശയെ മറികടക്കാനാവുക എന്നതായിരിക്കും ഒരുപക്ഷെ 2050 കേരളത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ നമ്മളുടെ നോട്ടമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് കാണുന്ന കേരളത്തെയോ ഭാവി കേരളത്തെയോ ഇങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് ഞങ്ങളോട് പറയാൻ വേണ്ടി കൂടെ ആവണം താങ്കൾ ഇത്ര യാത്രകൾ നടത്തിയിട്ടുണ്ടാവുക. നാളത്തെ കേരളം നിർമ്മിക്കാൻ വേണ്ടി നടത്തിയ യാത്രകളാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രകളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ മറികടക്കാനാവും ഈ 50% നിരാശയെ? ഈ നിരാശയെ മറികടക്കാൻ നമുക്ക് സാധ്യമാണ്. പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, കുറേ മനസ്സുകളുണ്ട്, മനോഭാവങ്ങളുണ്ട്. അതാരൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളീ പലർക്കും അറിയാം അതാരൊക്കെയാണെന്ന്. നമ്മൾ റിസോഴ്സ് കൊണ്ട് അനുഗ്രഹീതരാണ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പലരും കരുതുന്നത് കേരളത്തിന്റെ മണ്ണ് കുഴിച്ചാൽ എണ്ണ കിട്ടില്ല, കേരളത്തിന്റെ മണ്ണ് കുഴിച്ചാൽ സ്വർണം കിട്ടില്ല, ഖനിജങ്ങളൊന്നും കിട്ടാനില്ല, അങ്ങനെയുള്ളൊരു നാടാണ് എന്ന് പറയുമ്പോൾ കണ്ണു തുറന്ന് നോക്കുന്നവന് ലോകത്ത് ഏറ്റവും ആവശ്യമുള്ള വസ്തുക്കളൊക്കെ അമിതമായുള്ള ഒരു നാടാണിത്. ലോകത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട്, നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ നിരീക്ഷകരും ശാസ്ത്രകാരന്മാരും ഒക്കെ പറയാനുള്ള കാര്യമുണ്ട്, അടുത്ത ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം ലോകത്തുണ്ടാകാൻ പോകുന്ന യുദ്ധങ്ങൾ ശുദ്ധജലത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാറ്. ശുദ്ധജലത്തിന്റെ ലഭ്യത ഒന്ന് ആലോചിച്ച് നോക്കൂ. ശുദ്ധജലത്തിൽ വർഷത്തിൽ ഒരു തവണ മുങ്ങിപ്പോകുന്ന ജനങ്ങളാണ് നമ്മൾ. ശുദ്ധജലത്തിൽ മുങ്ങിപ്പോയി നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ,
വള്ളവുമായിട്ട് വന്ന് നമ്മളെ ആ ശുദ്ധജലത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന നാടായത്. നമ്മുടെ ആകാശത്തിന് മീതെ വരുന്ന മേഘങ്ങൾ പെയ്ത് കേരളത്തിന് ആവശ്യമുള്ളത് മാത്രമല്ല അനാവശ്യമായിട്ടും വെള്ളം വീണ് അത് കലങ്ങി ചെളിയായി അറബിക്കടലിൽ ചെന്ന് വീഴുന്നൊരു നാടായത്. ഈ വെള്ളത്തെ ശാസ്ത്ര സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവശ്യമുള്ള ആ സമയത്ത് വിണ്ടു വരണ്ട് കിടക്കുന്ന നാട്ടിലേക്ക് എങ്ങനെ എത്തിച്ചു കൊടുത്ത് കാശാക്കി മാറ്റാമെന്ന് ചിന്തിക്കാനുള്ള പ്രതിഭ നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകൾക്കുണ്ടാവാതെ പോകുന്നതുകൊണ്ടാണ് അത് പ്രളയമായി മാറുന്നത്. ആ പ്രളയത്തെ വിറ്റ് കാശാക്കാനുള്ള പ്രതിഭയാണ് നമുക്കുണ്ടാവേണ്ടത്. ശുദ്ധജലത്തിന് നമ്മൾ മുങ്ങിക്കിടന്ന നമ്മളെ മുക്കിക്കൊന്ന ആ ശുദ്ധജലത്തിനും പല നാടുകളിലും ലിറ്ററിന് 15 രൂപ വിലയുണ്ടെന്ന് ഓർക്കണം. ലിറ്ററിന് 15 രൂപയുള്ള വെള്ളത്തിലാണ് നമ്മൾ മുങ്ങിപ്പോയത്, അല്ലെങ്കിൽ 20 രൂപ വിലയുള്ള സാധനം. ഇങ്ങനെയാണ് നമ്മുടെ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മുടെ സാധ്യതകളിലേക്ക് തിരിയേണ്ടത്. ഇതിനെ എങ്ങനെ പാക്കേജ് ചെയ്യാം, ഇതിനെ എങ്ങനെ വിപണിയിൽ എത്തിക്കാം, ഇതിനെ എങ്ങനെ ബ്രാൻഡാക്കാം എന്നുള്ള ചിന്ത. ഞാൻ ഒരിക്കല് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഖത്തർ എയർപോർട്ടിൽ കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ ഫ്ലൈറ്റിൽ ഡിലേ ആയി. ഞാൻ പുറപ്പെട്ട രാജ്യത്ത് നിന്ന് വിമാനം പുറപ്പെടാൻ വൈകിയത് കൊണ്ട് ഖത്തറിൽ ദോഹയിലെത്തിയപ്പോൾ എനിക്ക് ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് മിസ് ചെയ്തു. അത് എയർലൈനിന്റെ തന്നെ കുഴപ്പമായതുകൊണ്ട് അവര് ഈ എയർപോർട്ടിനകത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ എനിക്ക് മുറി തന്നു. എയർപോർട്ട് പുതിയ എയർപോർട്ടാണ്, അതിനകത്ത് തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ട്, അതിനകത്ത് താമസിക്കാം. പക്ഷെ ഒറ്റ കുഴപ്പം, പിറ്റേ ദിവസം രാത്രി അടുത്ത ഫ്ലൈറ്റ് വരെയുള്ള 24 മണിക്കൂർ ആ ഹോട്ടൽ മുറിക്കകത്ത് നിന്ന് വേറെങ്ങും പോകാൻ പറ്റില്ല. കാരണം ആ രാജ്യത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് വിസയില്ല, പോകാൻ പറ്റത്തില്ല. അവരവിടെ താമസിക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ഭക്ഷണം കിട്ടും. അപ്പോൾ ആ ഇരുന്ന സമയം കൊണ്ട് പകൽ സമയം ഒരു പകല്, പിറ്റേ ദിവസം പകലിന്റെ പകുതി അവിടെ ഇരുന്നപ്പോൾ പലതരം ബ്രോഷറുകള്, ബുക്കുകൾ ഇതെല്ലാം വായിച്ചു തീർത്തു. ബുക്കുകളെല്ലാം ചില മാസികകളൊക്കെയാണ്. അവസാനം എന്തെങ്കിലും വായിക്കാൻ നോക്കി അവസാനം അവിടെ ഒരു വെള്ളക്കുപ്പി ഇരിപ്പുണ്ട്, അതിന്റെ പുറകില് കഥ വായിക്കാൻ തീരുമാനിച്ചു. അതെവിടെ മാനുഫാക്ചർ ചെയ്തു, എങ്ങനെ മാനുഫാക്ചർ ചെയ്തു. അവിടെ ഇരിക്കുന്നത് ഫിജി എന്ന് പറയുന്ന ഫിജി വാട്ടർ എന്ന് പറയുന്ന ഒരു കുപ്പി വെള്ളമാണ്. അതിന്റെ പുറകിലെ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഫിജി എന്ന് പറയുന്ന നമ്മളിപ്പോ ജീവിക്കുന്ന ഭൂപ്രദേശത്തിന്റെ നേരെ മറുവശത്ത്, അതായത് നമുക്ക് അതിൽ കൂടുതൽ പിന്നെ യാത്ര ചെയ്താൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഭൂമിയുടെ മറ്റേ അറ്റത്തുള്ള ഒരു ഭൂഭാഗത്ത് നിന്ന് ഖത്തറിലെ ദോഹ എയർപോർട്ടിൽ വെള്ളം സപ്ലൈ ചെയ്യുന്നു അവിടുത്തെ വെള്ളത്തിന്റെ മഹത്വമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വെള്ളത്തിൽ ഇന്ന മിനറലുകളുണ്ട്, ഇത്ര ശുദ്ധതയുണ്ട്. ആ വെള്ളം ഫിജിയിൽ നിന്ന് കൊണ്ടുപോയി ഖത്തറിൽ വിൽക്കാമെങ്കിൽ, ദുബായിൽ വിൽക്കാമെങ്കിൽ, UAE വിൽക്കാമെങ്കിൽ, തീർച്ചയായും കേരളം എന്ന് പറയുന്ന മനോഹരമായ ഭൂപ്രദേശത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്താൽ, ഇതുപോലെ നല്ലൊരു കഥ മെനയാൻ നമുക്ക് പറ്റിയാൽ, കേരളത്തിന്റെ മഹത്വമൊക്കെ ഒരു കുപ്പിയിലാക്കി ഞങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞാൽ, ലോകം മുഴുവൻ വിൽക്കാവുന്ന വെള്ളമാണ് ഈ പ്രളയജലം എന്ന് തിരിച്ചറിഞ്ഞാൽ, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ കേരളത്തിന്റെ സാധ്യതകൾ. ഈ സാധ്യതകളെ കുറിച്ച് ഈ മട്ടിൽ ചിന്തിക്കാൻ കഴിയുന്ന ഭരണ സംവിധാനവും ഉദ്യോഗസ്ഥ വൃന്ദവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ തലമുറയും ഉണ്ടാകുമ്പോൾ 50 വർഷം വേണ്ട, 25 വർഷം കഴിയുമ്പം ലോകത്തെ നയിക്കുന്ന ഒരു ശക്തിയായി മലയാളിക്ക് മാറാൻ കഴിയുന്നുള്ളത് സംശയമില്ല. മലയാളിക്ക് വേണ്ടത് മലയാളി അർഹിക്കുന്ന ഒരു നേതൃത്വമാണ്. അവരെ ചെവിയെ പിടിച്ച് മുമ്പോട്ട് നയിക്കേണ്ടി വരും. ചില സമയത്ത് പുറത്ത് തലോടേണ്ടി വരും, ചില സമയത്ത് നിറകയിൽ ഒരു ഉമ്മ കൊടുക്കേണ്ടി വരും. മലയാളിക്ക് ഏത് സമയത്ത് എന്ത് കൊടുക്കണമെന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ മലയാളി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തരാണെന്നാണ് ബുർജ് ഖലീഫ പണിതപ്പോ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിൽ വലിയൊരു ശതമാനം മലയാളികളാണ് എന്ന്. ലോകത്തിലെ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിക്കുന്നിടത്ത് മലയാളിയുടെ കൈകളുണ്ട്, തലച്ചോറുണ്ട്. നാസയിൽ മലയാളിയുണ്ട്, ചന്ദ്രയാനിൽ മലയാളിയുണ്ട്, സൂര്യദൗത്യത്തിൽ മലയാളിയുണ്ട്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നിടത്ത് മലയാളിയുണ്ട്. എന്നാൽ മലയാളികളുള്ളിടത്ത് മലയാളി എന്തായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. നേരെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വന്ന് വീണതുകൊണ്ട് ഇതിനോട് കണക്ട് ചെയ്ത് 2 പ്രശ്നങ്ങൾ. ഒന്ന്, പ്രളയത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നാളിന്നോളം നാം കൊണ്ടു നടന്ന വികസന സങ്കല്പങ്ങൾ എങ്ങനെയാണ് ഒരു നാടിനെ പ്രളയത്തിലേക്ക് എത്തിച്ചത് എന്ന പ്രശ്നം നമ്മളുടെ മുമ്പിലുണ്ട്. 2050 കേരളത്തെ, അതിൻ്റെ വികസന സങ്കല്പത്തെ നാം നിർമ്മിക്കുമ്പോൾ നാം കടന്നു വന്ന വികസന സങ്കല്പങ്ങൾ എങ്ങനെയാണ് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന ചോദ്യം ഒരിടത്ത് കിടപ്പുണ്ട്. 2, കേരള എന്ന ബ്രാൻഡാണ്. നമ്പർ 1 കേരള എന്ന് നിരന്തരമായി നാം നമുക്കിടയിൽ എഴുതി വെച്ച ഒരു ബ്രാൻഡ് മറ്റൊരു ലോകത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ബ്രാൻഡിനെ നോക്കിക്കാണുന്നത്? നമ്പർ 1 കേരള എന്ന ബ്രാൻഡ് സന്തോഷ് ജോർജ് കുളങ്ങര ആനന്ദത്തോടു കൂടിയാണോ പരിഹാസത്തോടു കൂടിയാണോ സത്യത്തിൽ നോക്കിക്കാണുന്നത്? അല്ല, മലയാളി എന്ന നിലയിൽ ഞാൻ എപ്പോഴും കേരളത്തെ എന്ത് നല്ല വിശേഷണങ്ങൾ കൊണ്ട് വിവരിച്ചാലും അതിനെ ആനന്ദത്തോടെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പിന്നെ
അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ചിന്തിക്കാനുള്ള ബോധവും നമുക്കുണ്ടാവണം എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം എന്നെ നിങ്ങളിവിടെ സ്റ്റേജിൽ വിളിച്ചിരുത്തിയിട്ട് എൻ്റെ ഇല്ലാത്ത ഗുണവിശേഷങ്ങളെല്ലാം വിവരിച്ചിട്ട് കൈയടിക്കുകയും ഇവിടെ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ ജാള്യത അനുഭവപ്പെടേണ്ടത് എൻ്റെ മാന്യതയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ വിശേഷിപ്പിക്കുന്നതിനൊക്കെ നമ്മൾ അർഹരാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. ബാക്കിയുള്ളവർ വിശേഷിപ്പിക്കേണ്ടെന്ന് നമ്മൾ പറയേണ്ടതില്ല, വിശേഷിപ്പിച്ചോട്ടെ. പക്ഷെ നമുക്ക് ബോധം വേണം, നമ്മൾ ഇതിനൊക്കെ അർഹനാണോ. അർഹനല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അർഹനാകാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നല്ലത്. പകരം എന്നെ അങ്ങനെയൊന്നും വിശേഷിപ്പിക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ ചോദ്യം പ്രളയവും നാം കടന്നു വന്ന വികസന സങ്കല്പവും. വികസന സങ്കല്പത്തെ നമ്മളുടെ കേരളത്തിലെ എല്ലാ വികസനത്തെയും നമ്മൾ കുറച്ച് ഒരു 50 വർഷം പുറകിൽ നിന്ന് അപഗ്രഥിക്കുമ്പോൾ കാണുന്ന ഒരു പ്രശ്നം, നമുക്ക് കേരളത്തെ കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല. നിങ്ങളൊരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിൻ്റെ അടുക്കള എവിടെയായിരിക്കണം, സ്റ്റോർ എവിടെയായിരിക്കണം, വർക്ക് ഏരിയ എവിടെയായിരിക്കണം, അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയിലേക്കുള്ള വാതിൽ എവിടെയായിരിക്കണം, ടോയ്ലറ്റ് എവിടെയായിരിക്കണം, ഇതെല്ലാം കൃത്യമായ പദ്ധതി ഉണ്ടാവും. അതിൻ്റെ എലിവേഷൻ, അത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കണം, അതിൻ്റെ ഡ്രോയിങ് റൂം എങ്ങനെ ഇരിക്കണം, ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല മിടുക്കനായ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കി പേപ്പറിലോ കമ്പ്യൂട്ടറിലോ ഇത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് നിങ്ങൾ വീട് പണിയാൻ തുടങ്ങുന്നതെങ്കിൽ പണി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്ന സൗധം അവിടെ പണിതീർത്തിട്ടുണ്ടാവും. അങ്ങനെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ആ മട്ടിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് വീടുകൾ പണിയുന്നത്. വീട് മാത്രമല്ല, കെട്ടിടങ്ങൾ പണിയുമ്പോഴും ഓഫീസ് സമുച്ചയങ്ങൾ പണിയുമ്പോഴും ഒക്കെ ഇതാണ് പദ്ധതി ഇടുന്നത്. എന്നാൽ ഇന്നേ വരെ, ഈ ദിവസം വരെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ആ മട്ടിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? നമ്മളാരും കണ്ടിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. കേരളത്തിലെ ഓരോ വകുപ്പുകൾക്ക് പോലും മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? മാസ്റ്റർ പ്ലാൻ കേരളത്തിലുണ്ടെങ്കിൽ അതിമനോഹരമായി BM&BC ടാറിങ് നടത്തി പോയ ആ വണ്ടി അങ്ങ് മാറുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റി വന്ന ആ വിലയോടെ തന്നെ ഞാനും കീറില്ലല്ലോ. ഫോൺ ചെയ്താൽ കിട്ടുന്ന 2 ഓഫീസിൽ, അടുത്തടുത്ത ഓഫീസുകളിൽ ഇരിക്കുന്ന 2 മന്ത്രിമാരുള്ള ഇവർക്ക്, അല്ലെങ്കിൽ PWD ഓഫീസും വാട്ടർ അതോറിറ്റി ഓഫീസും ഒരു കെട്ടിടത്തിന്റെ പ്രവർത്തിക്കുന്ന ഒരു നാട്ടിൽ പോലും ഇവർക്ക് തമ്മിൽ പോലും ഒന്ന് വർത്തമാനം പറയാൻ പറ്റാത്ത അത്ര മാസ്റ്റർ പ്ലാൻ ഇല്ലായ്മ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളിതാ മാന്താൻ പോവുക, മാന്തൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ടാർ ചെയ്താൽ മതി എന്നൊന്ന് പറയാനുള്ള ബോധം വാട്ടർ അതോറിറ്റിക്കോ, ഞങ്ങൾ ടാർ ചെയ്യാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് നിങ്ങൾ മാന്തുന്നുണ്ടെങ്കിൽ മാന്തിക്കോ എന്ന് പറയാനുള്ള ബോധം PWDക്കോ ഇല്ലാത്ത അത്ര ശുഷ്കമാണ് നമ്മുടെ ഉദ്യോഗസ്ഥ കാര്യക്ഷമതയും എഫിഷ്യൻസിയും എന്ന് പറയുമ്പോൾ നമ്മുടെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചും നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയ ഈ സങ്കല്പങ്ങളും ഡിസൈനും ഒക്കെ എത്ര മണ്ടത്തരങ്ങൾ നടന്നായിരുന്നു. ബാക്കിയെല്ലാം നമുക്ക് അത് വെച്ചിട്ടങ്ങ് അപഗ്രഥിക്കാം. അതുപോരാ. ടൂറിസം മുതല്, വിദ്യാഭ്യാസം മുതല്, നമ്മുടെ നഗരാസൂത്രണം മുതല്, മാലിന്യ നിർമ്മാർജ്ജനം മുതല് എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖല, എല്ലാത്തിനും അടുത്ത ഒരു 50 വർഷത്തിലേക്ക് എങ്ങനെയായിരിക്കണമെന്ന് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ വേണം. മാസ്റ്റർ പ്ലാൻ ഇല്ലായ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മൾ ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 6 വരിയായി ഹൈവേ പണി പൂർത്തിയായി വരുന്നുണ്ട്. എന്നാൽ അതിനിടയ്ക്കുള്ള പാലങ്ങൾ പലതും 2 വരിയായി നിൽക്കുക. ഒന്നെങ്കിൽ ആ പാലം പൊളിച്ചു കളഞ്ഞെങ്കിലേ 3 വരിയുള്ള പാലമാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ 6 വരിയിൽ വരുന്ന ആ പാലത്തിലെത്തുമ്പോഴത്തേക്കും 3 വരി എന്നുള്ളത് 2 വരിയായിട്ട് ചുരുങ്ങും. അവിടെ ഒരു ബോട്ടിലൊക്കെ ഭാവിയിൽ ഉണ്ടാവും. അതായത് അന്ന് ആ പാലം പണിയുമ്പോൾ ഭാവിയിൽ ഇത് 6 വരി ആകേണ്ടതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പാലം 6 വരിക്ക് പണിയാമായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പാലം പൊളിക്കാനുള്ള ചെലവ് കൂടെ വരുമ്പോൾ ആ പാലം ഇല്ലാതിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടെ ലാഭം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഇത്തരത്തിൽ ഓരോ മേഖലയിലും ഒരു മാസ്റ്റർ പ്ലാനും ഇല്ലായ്മയാണ് നമ്മളുടെ മികവ്. 25 കൊല്ലങ്ങൾക്കപ്പുറത്ത് 2050 എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും 2 വഴിയിലേക്ക് നമ്മൾ തിരിയും. ഒന്ന്, 2050 ഇല്ലാതാവുന്ന ഒരു നാടിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. സമ്പൂർണമായി നശിച്ച് ഇല്ലാതായി പോയ ഒരു കേരളം ആണ് ഒരു വഴിയുള്ളത്. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഇതൊന്നും അല്ലാത്ത വളരെ ശോഭനമായ, കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു കേരളമാണ്. ഇതിൽ ഏത് കാഴ്ചയാണ് 2050 കേരളത്തെ ഏത് വഴിയിലൂടെയാണ് ഇപ്പം നോക്കിക്കാണുന്നത്? ഞാൻ ഈ 2 കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഞാൻ ഒരിക്കല് എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യത്ത് പോയി. എസ്റ്റോണിയ, ആ പേരുകൾ രാജ്യങ്ങൾ തമ്മിൽ കുറച്ച് കൊനഷ്ടമുള്ളതുകൊണ്ട് ചിലപ്പം വിട്ടുപോകുന്നു. അവിടെ പാൾഡിസ്കി എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. അത് ഇന്റർനെറ്റിൽ
എനിക്ക് മുമ്പേ യാത്ര ചെയ്ത ഒരാളുടെ ബ്ലോഗ് വായിച്ചിട്ട് ഞാൻ പോയതാണ് അവിടേക്ക്. അദ്ദേഹം പറഞ്ഞു, ആ രാജ്യത്ത് പോകുന്നുണ്ടെങ്കിൽ, ടാലിനിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് ദിവസം ഒരു ട്രെയിൻ അങ്ങോട്ട് പോകും. ആ ട്രെയിനിന് 2 കോച്ചേ ഉള്ളൂ. ആ 2 കോച്ചും ആവശ്യമുണ്ടായിട്ടല്ല, അത് കുറയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് ആ 2 കോച്ച് കൊടുക്കണം. അതിനകത്ത് ചിലപ്പോൾ 2-3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കും അതിൽ കയറി പോയാൽ പാൾഡിസ്കി എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ചെല്ലാൻ പറ്റും. ഈ പാൾഡിസ്കി നഗരത്തിൽ ഞാൻ പോയി. ആ പാൾഡിസ്കി റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ട്രെയിനിന്റെ എഞ്ചിൻ ഡ്രൈവറും പിന്നെ ഞാനും വേറൊരാളും മാത്രമേ ഉള്ളൂ അവിടെ ഇറങ്ങാൻ. അവിടേക്ക് ആരും പോകേണ്ട കാര്യമില്ല, അവിടെ ആരും താമസിക്കുന്നില്ല. പാൾഡിസ്കി സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അവിടുത്തെ ഒരു ആണവ അന്തർവാഹിനികൾക്ക് ഫ്യൂവൽ അത് പാർക്ക് ചെയ്തിരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിരുന്ന ഒരു ആണവ കേന്ദ്രമായിരുന്നു അത്. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന് ശേഷം ഈ പ്രദേശമെല്ലാം ഈ രാജ്യത്തിന് വിട്ടുകൊടുത്തിട്ട് സോവിയറ്റ് ഭടന്മാർ പിൻവാങ്ങുമ്പോൾ അവർ പ്രഖ്യാപനം നടത്തി, നിങ്ങൾ സൂക്ഷിക്കണം, ഇവിടെ ഞങ്ങളുടെ ആണവ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട് പലതും, അതുകൊണ്ട് ഈ സിറ്റിയിൽ ജീവിക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ അതിനുശേഷം 91-ന് ശേഷം മനുഷ്യവാസമില്ല. അവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നതാണ്. എല്ലാ മനുഷ്യരും ആ അപ്പാർട്ട്മെന്റുകൾ, 10 നിലയുള്ള അപ്പാർട്ട്മെന്റുകൾ, ഗംഭീരമായ സൂപ്പർ മാർക്കറ്റുകൾ, കുട്ടികൾക്കുള്ള റിക്രിയേഷൻ ഫെസിലിറ്റികൾ, അതുകൂടാതെ തന്നെ പള്ളികൾ, നിരവധി ഫെസിലിറ്റികളെല്ലാം ഉള്ള റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകളെല്ലാം ഉള്ള ആ നഗരത്തിൽ ഒരു മനുഷ്യനില്ലാതായി പോയി. മാത്രമല്ല, ആ പള്ളിയുടെയും സൂപ്പർ മാർക്കറ്റിന്റെയും സ്കൂളിന്റെയും എല്ലാം ചുവരുകളിൽ മരങ്ങൾ കിളിർത്തു വയ്ക്കുന്നു. ഇതിനകത്തൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ ഈ പള്ളിക്കകത്തു നിന്ന് ഒരു കുറുനരി അല്ലെങ്കിൽ ഒരു കാട്ടുപൂച്ച ഇതിനകത്ത് ചാടി ഇറങ്ങി അങ്ങ് പോകും. നമ്മൾ പേടിച്ചു പോകും. അപ്പോ എൻ്റെ പ്രദേശം പാലായാണ്. ആ പ്രദേശത്ത് ഞാൻ അതിനെ കണക്ട് ചെയ്യാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഞാൻ വഴിയരികിൽ ആ റോഡ് സൈഡിൽ കാണുന്ന ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക്. ആ വഴിയരികിൽ കാണുന്ന ഏതാണ്ട് 60ഓളം വീടുകളുണ്ട് 2 വശങ്ങളിലായിട്ട്. ഈ 60ഓളം വീടുകളിൽ 50 വീടുകളിലെയും 2 മക്കളും വിദേശത്താണ്. അവിടെ അവശേഷിക്കുന്നത് ഈ വൃദ്ധർ മാത്രമാണ്, മാതാപിതാക്കൾ മാത്രമാണ്. അവരിൽ പലർക്കും 60ഉം 65ഉം 70ഉം വയസ്സായവരാണ്. ഒരു 15 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഈ വീടുകളിൽ മുഴുവൻ ഞാൻ പാൾഡിസ്കിയിൽ കണ്ടതുപോലെ കുറുനരികളോ കാട്ടുപൂച്ചകളോ ചാടിപ്പോകുന്ന കാഴ്ച ഞാൻ കാണും. അവിടെ ഏതെങ്കിലും ഒരു ബ്ലോഗർ ലോകത്തുള്ള മറ്റ് ജർമ്മനിയിൽ ജീവിക്കുന്ന മലയാളിക്ക് വേണ്ടി എഴുതും, ഇങ്ങനെ ഒരു നാടുണ്ട് മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്നത്, അവിടെ ചെന്നാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 50 വർഷം കഴിയുമ്പോൾ മരങ്ങാട്ടുപള്ളി മാത്രമല്ല, കേരളത്തിലെ പല നഗരങ്ങളിലേക്ക് ഇങ്ങനെ വളരുന്ന ഒരു കാഴ്ച വേണമെങ്കിൽ കണ്ണടച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ അത്ഭുതത്തോടെ അഭിമാനത്തോടെ ലോകം കാണുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റാനും പറ്റും. അതിന് കേരളത്തിന്റെ റിസോഴ്സസിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക മാത്രം ചെയ്താൽ മതി. ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, കാലത്തിനനുസരിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, ലോകത്തിനനുസരിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നമ്മൾ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മിടുക്കന്മാരാണ്, പക്ഷേ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കൂടി നമുക്ക് പ്രാപ്തമാകണം. നമ്മൾ പ്രകൃതിയുടെ പ്രതിസന്ധികളെ, പ്രകൃതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഒക്കെ എങ്ങനെ മറികടക്കും എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പലതും മനുഷ്യരുണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിന് പരിഹാര മാർഗങ്ങളും ലോകത്ത് ശാസ്ത്രലോകം നമുക്ക് തന്നിട്ടുണ്ട് മുമ്പിൽ. നമുക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സ എന്നതുപോലെ പ്രകൃതിയിൽ മനുഷ്യന്റെ കടന്നുകയറ്റം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരം ചെയ്യാനുള്ള സാധ്യതകളും ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ പരിഹാര സാധ്യതകളെ കൂടി അന്വേഷിച്ച് മുന്നോട്ട് പോകണം. ഒപ്പം നമ്മുടെ നാടിന്റെ ശക്തി, നമ്മുടെ നാടിന്റെ സമ്പത്ത്, നമ്മുടെ നാടിന്റെ പ്രാധാന്യമുള്ള മേഖലകൾ ഏതാണെന്ന് തിരിച്ചറിയണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ, ഉന്നത വിദ്യാഭ്യാസം അത്ര മികച്ചതാണെന്ന് ഞാനിപ്പോൾ അവകാശപ്പെടില്ല. പക്ഷേ മികച്ചതാക്കാവുന്ന മേഖലയാണ്. പ്രതിഭാശാലികളായ അധ്യാപകരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന മേഖലയാണ്. പ്രതിഭാശാലികൾ ഓൾറെഡി ഉള്ള മേഖലയാണ്. അവരെ പരിശീലിപ്പിച്ച് അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകി അതിനൊരു പഠനക്രമം ഉണ്ടാക്കിയാൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാൻ കഴിയും. കേരളത്തിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ യാതൊരു തരത്തിലും വിദ്യാഭ്യാസത്തിൽ ലോക നിലവാരമുള്ളതെന്ന് പറയാത്ത മേഖലകളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഉദാഹരണം പറഞ്ഞാൽ യുക്രൈൻ, അതല്ലെങ്കിൽ കസാഖിസ്ഥാൻ, അല്ലെങ്കിൽ തജിക്കിസ്ഥാൻ, ഇങ്ങനെയുള്ള നാടുകളിലേക്ക് പഠിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി പോകുന്നു. അവിടേക്ക് മലയാളി കുട്ടികൾ മാത്രമല്ല പോകുന്നത്, അറബി നാടുകളിൽ നിന്ന്, ചൈനയിൽ നിന്ന് പോലും, നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒക്കെ വിദ്യാർത്ഥികൾ അവിടേക്ക് ഒഴുകുന്നു. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്ന് ഒഴുകുന്നു. എന്നാൽ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളുള്ള, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് സാധ്യതകളുള്ള, ശാസ്ത്ര വിദ്യാഭ്യാസത്തിന് സാധ്യതയുള്ള കേരളത്തിലേക്ക്
ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥികളെ ആകർഷിച്ചുകൂടാ? അവർക്ക് ഇവിടെ അവരുടെ പഠനത്തിന്റെ ഒരു ഡെസ്റ്റിനേഷനായി 50 വർഷം കഴിയുമ്പോൾ ഇന്ന് ഓക്സ്ഫോർഡിലേക്കും കേംബ്രിഡ്ജിലേക്കും പോകുന്നത് പോലെ കേരളം മികച്ച കാലാവസ്ഥയും സൗകര്യങ്ങളും ശാന്തതയും ഉള്ള ഒരു നാടെന്ന നിലയിൽ ലോകത്തിന്റെ പഠനത്തിന്റെ ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാൻ ഇന്ന് സ്വപ്നം കാണുന്ന ഒരു ഭരണാധികാരിക്ക്, ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടെങ്കിൽ അവർക്ക് സാധിക്കും. അത്തരത്തിൽ ഓരോ മേഖലയും എടുത്താൽ ടൂറിസം, ലോകത്തിന്റെ ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇവിടെ ബുർജ് ഖലീഫ ഉള്ളത് കൊണ്ടല്ല, ഈഫൽ ടവറുകൾ ഉള്ളത് കൊണ്ടല്ല, കാസിനോകളോ മറ്റ് അമ്യൂസ്മെന്റ് ഫെസിലിറ്റികളോ ഉള്ളത് കൊണ്ടല്ല. ഇവിടെ വ്യത്യസ്തമായ അന്യനാട്ടുകാർക്ക് പരിചയമില്ലാത്ത കലകളുണ്ട്, സംസ്കാരമുണ്ട്, ജീവിത രീതിയുണ്ട്, ആയുർവേദമുണ്ട്, കളരിപ്പയറ്റുണ്ട്, നിരവധിയായ ജീവിത വ്യത്യസ്തങ്ങളായ തൊഴിലുകളുണ്ട്. ഇത് ഓരോന്നും നിരവധിയായ സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. ഇങ്ങനെ വിദ്യാഭ്യാസം, ടൂറിസം, ടെക്നോളജി, അഗ്രികൾച്ചർ പോലും, നമ്മൾ അഗ്രികൾച്ചർ ഏറ്റവും തഴഞ്ഞിട്ടിരിക്കുകയാണ്. നമുക്ക് ഒരു സാധ്യതയും ഇനിയില്ല. നമ്മുടെ പുതിയ തലമുറയെല്ലാം വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഞാനൊരിക്കൽ ജപ്പാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ജപ്പാനിലെ നെൽകൃഷിയുടെ നാടാണ്. ഇപ്പോഴും ഇത്രയും സാങ്കേതികമായി ഉയർന്നു നിൽക്കുന്ന ജപ്പാനില് ഇപ്പോഴും നെൽകൃഷി വളരെ ലാഭകരമായിട്ട് അവിടെ നടത്തുന്നു. ഞാൻ ആ ഗൈഡിനോട് ചോദിച്ചത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? അവർ പറഞ്ഞു അവർക്ക് നഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ പിന്നീട് കളം മാറ്റി. അവര് ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരു നെല്ലിന്റെ മാർക്കറ്റ് വില, ആ നെല്ലിന്റെ പേര് ഞാൻ പിന്നീട് പറയാം, ഇപ്പൊ ഞാനത് മറന്നു ഓർക്കുന്നില്ല. ആ നെല്ലിന് അരിക്ക് 1 കിലോയുടെ വില $108. 1 കിലോ അരിയുടെ, നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും അത്. ജപ്പാൻ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും വില കൂടിയ അരി ഏതെന്ന് നോക്കിയാൽ മതി. $108 1 കിലോ അരിക്ക് അതിന് മാർക്കറ്റ് വില. നമ്മളെ അരിക്കോ 45-50 രൂപയ്ക്ക് നമ്മുടെ കർഷകന് ഉത്പാദനം കഴിഞ്ഞ് കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ ഈ $108 എന്ന് പറയുന്ന ഏതാണ്ട് 8,000-8,500 രൂപയിലേക്ക് 1 കിലോയ്ക്ക് മാറിയാൽ കൃഷി ലാഭകരമാകുമോ? ഇന്ന് അമേരിക്കയിലേക്ക് പോയാൽ അവിടുന്ന് രാജിവെച്ച് ഇവിടെ വന്ന് കൃഷി തുടങ്ങും. അപ്പോ നമ്മുടെ ടെക്നോളജി മാറ്റണം. നമ്മൾ നടന്ന നെൽവിത്തിനങ്ങൾ ഏതെന്ന് തീരുമാനിക്കണം. മാർക്കറ്റ് പഠിക്കണം, ലോകത്തിന്റെ ഡിമാൻഡ് പഠിക്കണം, മാർക്കറ്റിൽ ആവശ്യമുള്ളത് ഏതെന്ന് കണ്ടെത്തണം. അല്ലാതെ എൻ്റെ അച്ഛൻ ഈ നെല്ല് കൃഷി ചെയ്തത്, ഞാനും ആ നെല്ല് തന്നെ കൃഷി ചെയ്യും, എൻ്റെ മക്കളും അതേ നെല്ല് കൃഷി ചെയ്യും എന്ന് വാശി പിടിക്കേണ്ടതില്ല. ഇതിനവരെ ഗൈഡ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ആണ്, ഭരണകൂടത്തിന്റെ കാർഷിക വിഭാഗമാണ്, അവിടുത്തെ ഗവേഷകരാണ്, മാർക്കറ്റിംഗ് പ്രൊഫഷണലുകളാണ്. ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞന്മാരും മാത്രമായാൽ പോരാ. നമുക്കൊരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇല്ല, സർക്കാരിനൊരു മാർക്കറ്റിംഗ് സംവിധാനമില്ല. സംവിധാനം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന നിലവിലുള്ള ചില മാർക്കറ്റ് ഫെഡൊക്കെ പോലുള്ള സാധനങ്ങളെ കുറിച്ചല്ല പറയുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മാർക്കറ്റിംഗ് ഹെഡ് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അദാനിയുടെ മാർക്കറ്റിംഗ് ഹെഡിനെ കേരളത്തിന് വേണ്ടി പണിയെടുപ്പിച്ച എങ്ങനെ ഉണ്ടാവും? അദാനി ലാഭം ഉണ്ടാകുന്ന പോലെ കേരളത്തിന് ലാഭം ഉണ്ടാവും. അതാണ് ഞാൻ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഒരു സംരംഭം തന്നെയാണെന്ന് തിരിച്ചറിയണം നമ്മൾ. ആ സംരംഭത്തിന് ലാഭവും പണവും കയ്യിലുണ്ടെങ്കിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാതെ നമ്മൾ വട്ടം കറങ്ങും. അതാണോ ആവശ്യം? അതോ സ്റ്റേറ്റ് കൊമേഴ്ഷ്യലി ഫീസിബിൾ ആയി മാറണോ? അത് നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. പണസമ്പാദനത്തിന് സ്റ്റേറ്റ് ഒരു ഇൻവെസ്റ്ററുടെ സ്വഭാവത്തിലേക്ക് രൂപം മാറണമെന്ന് പറയുമ്പോൾ, സമ്പാദിക്കപ്പെടുന്ന പണത്തെ സ്റ്റേറ്റ് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് ഒരു ഇന്ത്യൻ പരിസ്ഥിതിയിൽ സത്യത്തിൽ വലിയൊരു പ്രശ്നമാണ് എന്ന വ്യക്തിപരമായ തോന്നൽ എനിക്കുണ്ട്. നാം പ്രതിമ നിർമ്മിച്ചും നാം മ്യൂസിയങ്ങൾ നിർമ്മിച്ചും കോടികൾ ചെലവഴിക്കുന്ന ഒരു നാട്ടിൽ നമുക്ക് എങ്ങനെയാണ് സ്റ്റേറ്റിന്റെ ഒരു ഇൻവെസ്റ്ററുടെ റോളിൽ? സ്റ്റേറ്റ് കാശില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? ഇപ്പോ ഇത് ഏതാ ഭേദം? അതാ നമ്മൾ തീരുമാനിക്കേണ്ടത്. നമുക്ക് ചില കാര്യങ്ങൾ ഏത് ദാരിദ്ര്യത്തിലും ചെയ്യേണ്ടി വരും എന്ന അഭിപ്രായമുണ്ട് എനിക്ക്. ഞാൻ കാര്യങ്ങളെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ്. ബഹിരാകാശ ഗവേഷണം ഇന്ത്യയിലെ പട്ടിണി മുഴുവൻ മാറിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ നവീകരിക്കല് നമുക്ക് നമ്മുടെ ദാരിദ്ര്യം എല്ലാം മാറിയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? അല്ല. അതുകൊണ്ടാണ് വിവിധ വകുപ്പുകളായി ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഓരോ വകുപ്പിനും നിശ്ചിത തുക മാറ്റിവെക്കുന്നത് അതുകൊണ്ടാണ്. ഈ വകുപ്പിന്റെ പണി എല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ള തുക മറ്റേ വകുപ്പിനും അല്ല ഒരു സ്റ്റേറ്റും തീരുമാനിക്കുന്നത്, ഒരു രാഷ്ട്രവും തീരുമാനിക്കുന്നത് അങ്ങനെയല്ല. കേരള സ്റ്റേറ്റും അല്ല, ചൈനയുമല്ല, അമേരിക്കയുമല്ല, എല്ലാം സ്വതന്ത്ര വകുപ്പുകളാണ്. ഓരോ വകുപ്പിനും നിശ്ചിത അതർഹിക്കുന്ന തുകയാണ് കൊടുക്കുന്നത്.
വിദ്യാഭ്യാസ വകുപ്പിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ള തുക ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്, അതും കഴിഞ്ഞ് മിച്ചമുള്ള പൈസ മാത്രം മറ്റേ വകുപ്പിനല്ല നമ്മൾ തീരുമാനിക്കുന്നത്. നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ നമുക്കറിയാം, നിങ്ങൾ ഓരോ വകുപ്പിനും ഇപ്പൊ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റിന് കൊടുക്കേണ്ട പൈസ അത് കൊടുത്തിരിക്കണം, മാർക്കറ്റിംഗ് പ്രൊമോഷൻ കൊടുക്കേണ്ട പൈസ അത് കൊടുത്തിരിക്കണം. നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റികളാണ് നമ്മുടെ രാഷ്ട്രത്തിലെ ആളുകളിൽ അഭിമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം. നമ്മുടെ വരുന്ന തലമുറകൾക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനം തോന്നണം. നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് എന്താണ്? പിരമിഡ്. സത്യത്തിൽ എത്ര വേസ്റ്റ് ആയിരുന്നു അത്, അല്ലേ? അത് പണിത കാലത്ത് എത്ര വേസ്റ്റ് ആയിരുന്നു. ഒരു ഭരണാധികാരിയെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ ആകാശം മുട്ടുന്ന ഒരു സാധനം പണിതു വെച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു വേസ്റ്റ് അത്. പക്ഷെ ഇന്ന് ആ രാഷ്ട്രത്തിന്റെ വലിയൊരു സമ്പദ്ഘടന ചലിക്കുന്നത് ആ വേസ്റ്റിന്റെ പുറത്താണ്. ലോകത്ത് നിന്ന് അവിടുത്തെ ഏറ്റവും പ്രധാന ഇംഗങ്ങളിൽ ഒന്ന് ടൂറിസമാണ്. അതിന്റെ പ്രധാന കാരണം ഈ പിരമിഡാണ്. ഷാജഹാൻ എന്നൊരു ഭരണാധികാരി ഭാര്യയോടുള്ള പ്രണയം മൂത്ത് പണിത ഒരു താജ്മഹൽ എന്ന് പറഞ്ഞൊരു സാധനം ഇന്ന് പണിയാൻ തുടങ്ങിയിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഷാജഹാന്റെ പൊടി പോലും കിട്ടുമായിരുന്നു. പട്ടിണിയില്ലാത്ത കാലത്തായിരുന്നു അത് പണിതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അടിമപ്പണിയായിരുന്നു. അപ്പോ നമ്മളുടെ ചിന്താഗതി മാറ്റണം. എല്ലാം വേണം നമുക്ക് അഭിമാനത്തോടെ ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന, അവർ അംഗീകരിക്കുന്ന നിർമ്മിതികളും വേണം ഇവിടെ. അതിനൊക്കെയുള്ള വകുപ്പ് ഇവിടെ ഉണ്ടെന്നേ, അതിനൊക്കെയുള്ള റിസോഴ്സുകൾ ഇവിടെ ഉണ്ടെന്നേ. കട്ടുമുടിക്കാതിരുന്നാൽ മതി. ഇതെല്ലാത്തിനും ഇവിടെയുണ്ട്. താജ്മഹൽ നിർമ്മിച്ച കാലത്ത് നിന്ന് സർദാർ പട്ടേലിന്റെ പ്രതിമ നിർമ്മിക്കുന്ന ഒരു കാലത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനെ കുറിച്ച് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലോകത്തിനു മുമ്പിൽ രാജ്യത്തെ അടയാളപ്പെടുത്തുന്ന എല്ലാ കാഴ്ചകളും മലയാളിയും ലോകത്തിന് മുമ്പിൽ വെക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ഞാൻ വീണ്ടും നമ്മളുടെ 2050 വികസന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ നാം ശീലിച്ച ചില കാഴ്ചകൾ, മെട്രോകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കൂടുതൽ വിമാനത്താവളങ്ങൾ ഉണ്ടാവുന്നു, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവുന്നു, ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ ഒരു കാഴ്ച നാം നമ്മളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ചയെ രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യരാണ് ഭാവി കേരളത്തെ നിർമ്മിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടാവുക. അപ്പോഴും സന്തോഷ് ജോർജ് കുളങ്ങരക്ക് പറയാൻ ഉള്ള മറ്റൊരു വശം, നമുക്ക് നമ്മളുടെ കളരിയെ, നമുക്ക് നമ്മളുടെ ആയുർവേദത്തെ, നമുക്ക് നമ്മളുടെ എല്ലാത്തിനെയും, നമ്മളുടെ എല്ലാ സ്വത്വത്തെയും മാർക്കറ്റ് ചെയ്യാൻ കഴിയണം എന്നാണ്. 2050 അങ്ങനെ മാർക്കറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ആയുർവേദവും ഒരു കളരിയും ഒരു കൃഷിയും ഇവിടെ അവശേഷിക്കുമോ, അതോ മെട്രോകളിലേക്കും കെട്ടിടങ്ങളിലേക്കും മാത്രമുള്ള ഒരു ഭാവി കേരളം നിർമ്മിക്കപ്പെടും എന്നാണോ അങ്ങ് കരുതുന്നത്? അങ്ങനെയില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ VS അച്യുതാനന്ദന്റെ ഭരണകാലത്ത് ഒരു നിയമം ഉണ്ടായി. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ പാടില്ല, നമ്മളത് ഫ്രീസ് ചെയ്തു. അതുകൊണ്ട് ഉണ്ടായ മാറ്റം നമുക്കൊക്കെ പ്രകടമാണ്. നെൽകൃഷി പലയിടത്തും നടക്കുന്നില്ലെങ്കിലും ആ തണ്ണീർത്തടങ്ങളായിട്ട് അവശേഷിക്കുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നെൽകൃഷി ഈ പറഞ്ഞ പോലെ പുനരാരംഭിക്കാം. അവിടെയൊന്നും ഈ പറഞ്ഞ അമ്പരമ്പികളും കെട്ടിടങ്ങളൊന്നും പണിയാൻ പറ്റില്ല. അവിടെ അതൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഭരണാധികാരികളുടെ, ഗവൺമെന്റിന്റെ ജോലി എന്താണ്? ഈ 50 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ 50 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ അവശേഷിക്കുമോ, ഈ 50 വർഷം കഴിയുമ്പോൾ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെടും എന്നത് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കലല്ലേ ഇവരുടെ ജോലി. ആ നിയമം ഉണ്ടാക്കൽ നമ്മളൊക്കെ അനുസരിക്കില്ലേ? ഏത് ഇൻവെസ്റ്റ്മെന്റ് അനുസരിക്കില്ലേ? ഏത് കാശ് മുടക്കുന്നയാളും ഏത് വ്യവസായിയും അതനുസരിക്കാൻ ബാധ്യസ്ഥരാവില്ലേ? ആ നിയമങ്ങൾ ഉണ്ടാക്കുക, ആ നിയമങ്ങൾ നടപ്പാവുമെന്ന് ഉറപ്പുവരുത്തുക. ഇത് രണ്ട് ഗവൺമെന്റ് ചെയ്താൽ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഭാവി ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകുന്നതാണ് എൻ്റെ വിശ്വാസം. അച്യുതാനന്ദന്റെ ഒരു കാലഘട്ടത്തെ അങ്ങ് പരാമർശിച്ചുകൊണ്ട് ഞാൻ അക്കാലത്തുണ്ടായിരുന്ന വികസനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപങ്ങളും ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പം മൂന്നാറിൽ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങുന്നു ഒരറ്റത്ത് നിന്ന്. അങ്ങനെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ ഭരണകൂടം ആരംഭിക്കുന്നു. പക്ഷെ അത് മതസ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ, അത് ഉന്നതരുടെ കെട്ടിടങ്ങളിലേക്ക് വരുമ്പോൾ ആ മിഷൻ സമ്പൂർണ്ണമായി പരാജയപ്പെടുന്നു. ഒരറ്റത്ത് സ്ഥലമേറ്റെടുപ്പിന്റെ പ്രശ്നം നടക്കുന്നു, അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അങ്ങനെ വികസനം വേഴ്സസ് ഒരു ജനത, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജികൾ, അത് മുഖാമുഖം നിൽക്കുന്ന, അങ്ങനെ ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ മതം,
അങ്ങനെ എല്ലാം അങ്ങേയറ്റം അഗ്രസീവായി നിൽക്കുന്ന ഒരിടത്ത് ഒരു ജനാധിപത്യത്തിന്റെ സ്പേസിൽ നിന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ സാധ്യമായ ഒന്ന് ഇന്ത്യക്ക് സാധ്യമാകും, കേരളത്തിന് സാധ്യമാകും എന്ന് സത്യത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതിനേക്കാൾ പ്രശ്നമുള്ള, ഇതിനേക്കാൾ പ്രതിസന്ധികൾ നിറഞ്ഞ നാടുകളൊക്കെ ഈ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അത്തരം ഇദ്ദേഹം എന്നെ നടത്തിക്കൊണ്ട് ഒരു കുഴി ചടിക്കാനാണ് നോക്കിയത്. അല്ല, ഞാൻ സത്യത്തിൽ അത്തരം മാറ്റത്തിന്റെ കഥ കേൾക്കാൻ, ഞാനിരുന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ഞങ്ങളിരുന്ന് കേൾക്കാനോ ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ മാറ്റത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് കേരളത്തെ നിർമ്മിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. അതായത് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ എന്ന് ഞാൻ വീണ്ടും പറയും. ടൂറിസത്തിന്റെ മാസ്റ്റർ പ്ലാനിൽ എന്തായിരിക്കണം, നമുക്ക് ടൂറിസത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ടൂറിസത്തിന്റെ പ്രധാന ഹബ്ബുകൾ ഏതൊക്കെ ആയിരിക്കണം? ഒരു ഹബ്ബ്, അതുപോലെ ഞാൻ പറയുന്ന ഒരു ആശയമാണ്. അതായത് കേരളത്തിൽ, ഞാൻ ഉദാഹരണം ടൂറിസത്തെ അങ്ങ് പറയുന്നതേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് വികസിച്ചു കഴിഞ്ഞ, ഓൾറെഡി ലോകം മുഴുവൻ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു 8-10 ടൂറിസം ഡെസ്റ്റിനേഷനുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കോവളം ആളുകൾക്കറിയാം, കുമരകം ആളുകൾക്കറിയാം, ആലപ്പുഴ ഹൗസ് ബോട്ടുകളും കുട്ടനാടുകൾ അറിയാം, തേക്കടി കുറെ പേർക്കറിയാം, മൂന്നാർ കുറെ അറിയാം, ഫോർട്ട് കൊച്ചി കുറച്ചറിയാം, ഇപ്പോൾ നമ്മുടെ വയനാട് വലിയ തോതിൽ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കോഴിക്കോടിന്റെ കാര്യം പറയുമ്പോൾ ടൂറിസത്തിൽ ഇന്നും ഇന്നലെയല്ല, ഒരു 600-700 കൊല്ലം മുമ്പും 1000 കൊല്ലം മുമ്പും ആളുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അറിഞ്ഞിരുന്ന സ്ഥലമാണ്. കാരണം ഞാനൊരിക്കൽ ലിസ്ബണിൽ ചെന്ന കഥ ഞാൻ പണ്ട് പറഞ്ഞു. ലിസ്ബണിൽ ചെന്ന് അവിടെ വാസ്കോഡി ഗാമയെ സംസ്കരിച്ചിരിക്കുന്ന പള്ളിയിൽ ചെല്ലുമ്പോൾ ആ പള്ളിയുടെ ചുവരിൽ ഒരു വലിയ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ വാസ്കോഡി ഗാമയുടെ യാത്രാപഥമായിരുന്നു. അതിൽ ഒരറ്റത്ത് ലിസ്ബൺ ആണെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് കോഴിക്കോട് എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ബാക്കി എൻ്റെ കൂടെ ഒരു 10-40 സായിപ്പുമാരോട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ലിസ്ബണിൽ മാത്രം കുറിച്ച് നോക്കി അതിന്റെ മറ്റേ അറ്റം കോഴിക്കോട് എന്ന് പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവരുടെ മുന്നിലേക്കൊന്ന് ഞെളിഞ്ഞ് മാറി നിന്ന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ പ്ലേസ്, ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ അടിമുടി ഒന്ന് നോക്കി, ഈ സാധനത്തിനെ കാണാനാണോ വാസ്കോഡി ഗാമ ഇത്രയും ദൂരം പോയത്? അപ്പൊ ഞാൻ പറഞ്ഞത്, കോഴിക്കോട് മുസിരിസ ഇങ്ങനെ 2 പട്ടണങ്ങള് ചരിത്രാതീത കാലം മുതൽ 2000-3000 വർഷം മുമ്പ് ലോകം അറിഞ്ഞിരുന്ന പട്ടണങ്ങളാണ്. അടുത്ത കാലത്ത് ടൂറിസത്തിലൂടെ വന്ന പട്ടണങ്ങളാണ് ഈ ഞാനീ പറഞ്ഞത്. ഈ കോഴിക്കോട് ഉൾപ്പെടെ ബേക്കൽ ഉൾപ്പെടെ ഒരു 20-25 ഹബ്ബുകളെ നമ്മൾ അവിടെ ഉണ്ടാകേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയെന്ന് കൃത്യമായി ആസൂത്രണം ചെയ്ത്, അവിടെ ഉണ്ടാകേണ്ട ടൂറിസം ആക്ടിവിറ്റികൾ എന്തൊക്കെ, അതിൽ എന്തൊക്കെ ആക്ടിവിറ്റികൾ പണം മുടക്കി വേണം, അല്ലാത്തത് വേണം. ഉദാഹരണത്തിന് മൂന്നാറിലേക്ക് പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടെ വരെ മാത്രമേ കാറും ബസ്സുകളും പോകാൻ പറ്റുള്ളൂ എന്നിരിക്കട്ടെ. പള്ളിവാസലിലെ പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു കേബിൾ കാറിലേക്കാണ് കയറുന്നതെന്നിരിക്കട്ടെ. അവിടുത്തെ കേബിൾ കാറിൽ നിന്ന് തേയിലത്തോട്ടങ്ങൾക്കും മൂന്നാർ പട്ടണത്തിനും അവിടുത്തെ തടാകങ്ങൾക്കും മാട്ടുപ്പെട്ടി തടാകത്തിനും എല്ലാം മുകളിലൂടെ കേബിൾ കാറിൽ പോയി മാട്ടുപ്പെട്ടിക്ക് അപ്പുറത്തുള്ള ഒരു ടൗൺഷിപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നതെന്നിരിക്കട്ടെ. ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മലേഷ്യയിലായിരുന്നു പോയിട്ടുണ്ടെങ്കിൽ ജെൻറ്റിങ് ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു പട്ടണമുണ്ട്. ടൂറിസത്തിന് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന റിസോർട്ടുകളും ഹോട്ടലുകളും അമ്യൂസ്മെന്റും കുട്ടികൾക്കുള്ള കളികളും എല്ലാം ഉള്ള ഒരു സ്ഥലം. ഈ സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ഒരു ദിവസം താമസിച്ച് അവിടുത്തെ ഇലക്ട്രിക് ബഗ്ഗികളിൽ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത ഗതാഗത സംവിധാനത്തിലൂടെ അതിന് പരിസരത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോയി അവിടുത്തെ ജീവിതം, അവിടുത്തെ വരയാടുകൾ, അവിടുത്തെ പ്രകൃതി ഇതെല്ലാം ആസ്വദിച്ച് തിരിച്ചു വരുമ്പോഴേക്കും പോയ ആളിൽ നിന്ന്, ഞാൻ പറഞ്ഞ മലയാളികളുടെ അടുത്തുനിന്ന് വേണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, അവിടെ എത്തിയ ഓരോ ടൂറിസ്റ്റിൽ നിന്നും മിനിമം ഒരു 5000-10,000 രൂപയോ ഒരു ദിവസം അവിടെ വീഴണം. അങ്ങനെ വീഴുമ്പോൾ സംഭവിക്കുന്നത് ടൂറിസം ഒരു വ്യവസായമായി മാറും. അതിനെ അനുബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടും. അവിടെ എത്തിയാൽ അവിടത്തെ കൊണ്ട് തീരില്ല, തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങും, കൊളുന്തു നുള്ളുന്നവരുടെ വീടുകളിലേക്ക് ചെല്ലും. ഒരു ലയത്തിൽ എങ്ങനെയാണ് ഒരു തൊഴിലാളി ജീവിക്കുന്നതെന്ന് കാണാൻ വരെ ടൂറിസ്റ്റുകൾ എത്തും. അവർക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് മാറും. നമ്മുടെ ഓരോ ഗ്രാമത്തിലേക്കും വന്നാൽ ഗ്രാമീണ ജീവിതം, മത്സ്യബന്ധന തൊഴിലാളിയുടെ ജീവിതം, അവന്റെ ഒപ്പമുള്ള മത്സ്യബന്ധന യാത്രകൾ, ഒരു കള്ള് ചെത്തുന്ന ഒരാളുടെ ഒപ്പം എങ്ങനെയാണ് തെങ്ങിൽ നിന്ന് കള്ളെന്ന് പറയുന്ന ഒരു ലഹരി പാനീയം രൂപപ്പെടുന്നതെന്ന് അറിയുന്ന എത്ര സായിപ്പുണ്ട്. നമ്മളുടെ ഒരു കപ്പയിൽ നിന്ന് അല്ലെങ്കിൽ മരച്ചീനിയിൽ നിന്ന് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും നമ്മളെ ദാരിദ്ര്യകാലത്ത് പന വെട്ടി പനയുടെ പൊടി ഉണ്ടാക്കി പനം കഞ്ഞി ഉണ്ടാക്കി അതൊരു വിഭവമായി പുഡിങ് പോലെ കഴിച്ചിരുന്ന ഒരു കാലമുണ്ട്.
പനയുടെ ഒരു തടി ഒരിടത്ത് വെച്ചിട്ട് സാഹിബിനോട് പറയാണ്, മോനെ നിനക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചു വരുത്തണം, നമുക്ക് കാണിച്ചു കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയി രൂപാന്തരപ്പെടുന്ന കാഴ്ച, അതിനൊരു $100 മേടിക്കണം. ഇതാണ് ടൂറിസം. ഇത്തരത്തിൽ ഓരോ ടൂറിസം സ്ഥലത്തെയും അവിടുത്തെ ശക്തി എന്ത്, അവിടുത്തെ പ്രധാന കാഴ്ചകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എന്തൊക്കെ ആക്ടിവിറ്റി വേണമെന്ന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി, അതൊരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന പോലെ തിരക്കഥ എഴുതി ഉണ്ടാക്കി, അതിനു പറ്റിയ ആളുകളെയും സംവിധാനങ്ങളെ രൂപപ്പെടുത്തി അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതി ഉണ്ടാകണം. ഇങ്ങനെ 25 ഹബ്ബുകളും അതിനനുബന്ധമായ ഗ്രാമങ്ങളോട് ചേരുമ്പോൾ കേരളത്തിൽ ടൂറിസത്തിന്റെ വരുമാനം എത്താത്ത ഒരു ഗ്രാമവും ഇല്ലാതായിരിക്കും. അങ്ങനെ ആയുർവേദം മുതൽ കളരി മുതൽ തൊഴിൽ മുതൽ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ വരെയുള്ളത് നമ്മുടെ ചരിത്രവും പാരമ്പര്യവും വരെ ടൂറിസത്തിന്റെ ഉൽപ്പന്നങ്ങളായി മാറുമ്പോൾ ടൂറിസത്തിലൂടെ കേരളത്തിന്റെ ഒരു 1/3 വരുമാനമെങ്കിലും ഉണ്ടാകുന്ന ഒരു നാടായിട്ട് മാറും. ടൂറിസം എന്ന് പറയുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഇഷ്ടപ്പെട്ട തൊഴിലാണ്, അല്ലേ? നിങ്ങളൊരു ടൂർ ഗൈഡ് ആണെങ്കിൽ രസമല്ല. യൂറോപ്പിലേക്ക് ടൂർ പോകുന്ന ഒരു ടീമിന്റെ ടൂർ ഗൈഡായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയ അതിന്റെ സന്തോഷം എന്താ? ടൂറിസം ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും എൻജോയബിളാ, അതിൽ പങ്കെടുക്കുന്നവരോ നടത്തുന്നവർക്കും. അപ്പൊ നമുക്ക് ബോറടിക്കാത്ത ഒരു തൊഴിൽ മേഖല കൂടിയാണ് ടൂറിസം. അപ്പൊ ഇത്തരത്തില് നിരവധി സാധ്യതകൾ എല്ലാ മേഖലയിലും ഇത്തരത്തിലുണ്ട്. ഇത്തരം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആളുകളെ പരിശീലിപ്പിച്ച് അതൊരു ഡിസൈൻ ഉണ്ടാക്കി എങ്ങനെ നടക്കണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടോട് മുമ്പോട്ട് പോയാൽ ഞാൻ പറയും, കേരളത്തിന് 50 വർഷം കാത്തിരിക്കേണ്ടതില്ല. ഒരു 15 വർഷത്തിന് ശേഷം ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടായി തുടങ്ങും. അത് നമ്മൾ തിരിച്ചറിയണം, അതിനുള്ള തുടക്കം കുറിക്കണം ഉടനെ. നാം കുറച്ചുകൂടെ കേരളത്തിന്റെ ഒരു പരിസ്ഥിതിയെ വിട്ട് നാം ഒരു രാജ്യത്തിലേക്ക് വരുമ്പോൾ നാം കുറച്ചുകൂടെ പിന്നോട്ടേക്ക് പോവുകയാണ് എന്ന ഒരു ആക്ഷേപം, ഒരു ആരോപണവും സത്യത്തിൽ പാരലായി ഉന്നയിക്കപ്പെടുന്നു. നാം കുറച്ചുകൂടെ പഴയ മനുഷ്യരിലേക്ക്, നാം കുറച്ചുകൂടെ നമ്മളുടെ പുരാണങ്ങളിലേക്ക്, നാം നമ്മളുടെ പാരമ്പര്യങ്ങളിലേക്കും ഒക്കെ നമ്മളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുറച്ചുകൂടെ പഴയതിനെ പുതിയ കുപ്പിയിൽ അല്ലെങ്കിൽ പുതിയ കാലത്തിൽ കൊണ്ടുപോയി വെക്കാൻ നാം ഒരിക്കൽ ഇങ്ങനെയായിരുന്നു, ആ സംസ്കാരം നമുക്ക് വീണ്ടും നിർമ്മിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ദേശത്തിനകത്ത് നിൽക്കുന്ന ഒരു കേരളം ഈ ദേശം പിന്നോട്ടേക്ക് നടക്കുമ്പോൾ ഈ ദേശത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിന്നും എങ്ങനെ വേറിട്ട് നിൽക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഇല്ല, നമ്മുടെ കേരളത്തില് അതൊന്നും ചെലവാകുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണ് നമ്മൾ, അല്ലേ? പുരാണത്തെ പുരാണമായിട്ടും വർത്തമാനകാലത്തെ വർത്തമാനകാലമായിട്ടും ഇന്റർനെറ്റിനെ ഇന്റർനെറ്റായും താളിയോലയായിട്ട് കാണാനുള്ള ബോധമുള്ളവരാണ് നമ്മൾ. ഇന്ന് ഇന്റർനെറ്റ് മാറ്റി വെച്ചിട്ട് നാളെ മുതൽ താളിയോല എഴുതി തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മളത് തയ്യാറാവില്ല. പിന്നെ രാഷ്ട്രീയക്കാരുടെ താളത്തിന് തുള്ളാനുള്ള മരപ്പൊട്ടന്മാർ ഈ രാജ്യത്ത് ഇഷ്ടം പോലെ ഉണ്ട്. മതത്തെ രാഷ്ട്രീയമാക്കുന്നതും രാഷ്ട്രീയത്തെ മതമാക്കുന്നതുമാണ് ഇതിനകത്തെ പ്രധാന പ്രശ്നങ്ങളൊന്ന്, അല്ലാതെ പാരമ്പര്യത്തോടുള്ള സ്നേഹമൊന്നുമല്ല. അപ്പോൾ നമുക്ക് പാരമ്പര്യത്തോട് സ്നേഹം വേണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. നമ്മുടെ പാരമ്പര്യ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നതാണ് നമ്മളെ ഇന്ത്യക്കാരാക്കുന്നത്, നമ്മളെ കേരളീയരാക്കുന്നത്. അത് വിട്ടിട്ട് ഒരു കളി നമ്മൾ കളിക്കുന്നില്ല. ലോകത്ത് എവിടെ പോയാലും ഞാൻ അഭിമാനത്തോടെ ഞെളിഞ്ഞു നിന്ന് ആ മുമ്പിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന് മുമ്പിലേക്ക് നീട്ടുന്നത് ഇന്ത്യയുടെ പാസ്പോർട്ടാണ്. ഞാൻ ധൈര്യമായിട്ട് തിരിച്ചിങ്ങോട്ട് ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ മടങ്ങുന്നത് എൻ്റെ കേരളത്തിലേക്കാണെന്നുള്ള ധൈര്യത്തോടു കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 143 രാജ്യം കഴിഞ്ഞിട്ട് എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല. നാം കുറെ കൂടെ ബുദ്ധി കൂടിയ മനുഷ്യരാണ് എന്നും അത്ര എളുപ്പമൊന്നും നാം തോറ്റുപോകില്ല എന്നും പറഞ്ഞാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ ഒരു ഘട്ടം നിർത്തുന്നത്. അത് നിങ്ങളൊക്കെ കുറെ കൂടെ ബുദ്ധി കൂടിയ മനുഷ്യരാണ് എന്ന അദ്ദേഹത്തിൻ്റെ അനുഭവ പരിജ്ഞാനം കൂടിയായിരിക്കും. അതുകൊണ്ട് വളരെ ചുരുക്കി ചോദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ ബുദ്ധിയെ നിങ്ങളുടെ ചോദ്യങ്ങളിൽ ക്രിസ്പായി കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓഡിയൻസിലേക്ക് വരികയാണ്. നമുക്ക് 15 മിനിറ്റാണ് സമയം ബാക്കിയുള്ളത്. തുടങ്ങാം. ഹായ് സാർ. സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത ഈ മാലദ്വീപ് ലക്ഷദ്വീപ് ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ട് കാണുന്ന 2 കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ടൂറിസത്തിനവിടെ വലിയൊരു സാധ്യതയുണ്ട്, നമുക്കതിനെ അങ്ങനെ വളർത്താമെന്ന് കൊണ്ടൊരു പോയിന്റ് ഉണ്ട്. അതേസമയം ഇത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു പരിസ്ഥിതിനെ എഫക്റ്റ് ചെയ്യും, അവിടുത്തെ ആൾക്കാരെ എഫക്റ്റ് ചെയ്യും, അത് കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ട് മറ്റൊരു മറുവശമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ കാണണ്ടേ? ഇപ്പോൾ ടൂറിസം അവിടെ വരണോ അതോ അതിനുവേണ്ടി ഇവർക്ക് വേണ്ടി ഇത് നിർത്തണോ? അല്ലെങ്കിൽ ആ ഒരു ചർച്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ വേദികളിലും കാണപ്പെടുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത്? ഈ പണ്ട് നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇതാണ് നമ്മുടെ പല പ്രോജക്റ്റുകളുടെയും ഒരു സ്വഭാവം. ഒന്നെങ്കിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം കൊണ്ടുവരിക, അല്ലെങ്കിൽ ടൂറിസമേ വേണ്ടെന്ന് വെക്കുക. ഇത് രണ്ടുമല്ലാതെ
ഇന്ന് ലോകത്ത് ഒത്തിരി ടെക്നോളജികൾ ലഭ്യമാണ്. നിരവധി സാധ്യതകളുണ്ട്. നമുക്ക് പഠിക്കാൻ കഴിയും. ഈ ലക്ഷദ്വീപിന്റെ പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ ഏതളവ് വരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. അത് ശാസ്ത്രജ്ഞന്മാര്, പ്രകൃതി ശാസ്ത്രത്തിൽ ബോധമുള്ളവര്, ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും മിടുക്കരായ ആളുകൾക്ക് പഠിച്ച് റിപ്പോർട്ട് തരാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പൊ പ്രകൃതിയെ നശിപ്പിക്കാത്ത ഏതളവ് വരെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ മനുഷ്യർ ജീവിക്കുന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾ ആ ദ്വീപിൽ ജീവിക്കുന്നുണ്ട്. അവിടെ ഒരു 100-200 ആളുകൾ കൂടി വരുമ്പോൾ ഇവര് ജീവിക്കുന്നത് പോലെയാണ് അവരും ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടാണ് ഇനി പുതുതായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ അവിടെ ജീവിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് പ്രകൃതിയെ വലിയ പരിക്കേൽപ്പിക്കാതെ ജീവിപ്പിച്ചുകൂടെ? 1000 പേര് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് 10 പേരുടെ കൂടുതലായിട്ട് വരുന്നു. ആ 10 പേര് കൂടുതലായിട്ട് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാലിന്യ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. അത് നിലവിലുള്ള ആളുകളുടെ മാലിന്യ പ്രശ്നവും ഈ പുതിയ ആളുകളുടെ മാലിന്യ പ്രശ്നവും കൂടെ പരിഹരിച്ചുകൊണ്ട് നിലവിലുള്ള മാലിന്യവും കൂടി ഇല്ലാത്ത മട്ടിലേക്ക് നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടൂറിസം കൊണ്ട് അവിടെ ഗുണപരമായ മാറ്റമായി മാറ്റാൻ കഴിയില്ലേ? ഇന്നത്തെ സമൂഹത്തിൽ ലോകത്ത് മനുഷ്യർ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതിന് തടസ്സങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ഒരിടത്ത് സ്റ്റാൻഡ് സ്റ്റിൽ ആവുക എന്നതല്ല, പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരം എന്തെന്നും ആ പരിഹാരം കണ്ടുപിടിക്കുന്നതിലൂടെ കാലത്തിനപ്പുറത്ത് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് ചിന്തിക്കണം. തീർച്ചയായും ലക്ഷദ്വീപിലെ ജനങ്ങളെ എനിക്കറിയാം. ഞാൻ പലതവണ യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ബഹുമാനപ്പെട്ട PM സയ്യിദ് അവിടുത്തെ MP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം ഞാൻ അതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടുത്തെ മനുഷ്യര് ശരിക്കും പറഞ്ഞ ഒരു ട്രാപ്പിൽ പെട്ടുപോയി കിടക്കുന്നത് പോലെയാണ്. അതായത് ഒരു ദ്വീപിൽ പെട്ടുപോകുന്ന ആളുകളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അവിടെ നിന്ന് ഒരു ചികിത്സയ്ക്ക് പോകണമെങ്കിൽ, ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഹെലികോപ്റ്റർ വന്ന് വേണം കൊണ്ടുപോകാൻ. നമുക്കിവിടെയുള്ള സ്വാതന്ത്ര്യങ്ങൾ ഒന്നുമില്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക്, അവിടുത്തെ സ്ത്രീകൾക്കും അവിടെ പഠിക്കുന്ന ആളുകൾക്കും വൃദ്ധർക്കും ഒക്കെ സജീവമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ അവിടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് ടൂറിസം മാത്രമല്ല, പലതും ഉണ്ട്. പക്ഷെ ടൂറിസം സാംസ്കാരികമായി ഔന്നത്യം നൽകുന്ന ഒരു ടൂറിസത്തിന് അവിടെ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ കൺവിൻസ് ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഹലോ സാർ, നമ്മുടെ കേരളത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് യുവാക്കളാണ്. ആ യുവാക്കൾ കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു വിഭാഗമാണ്, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ്, അവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാർ. ഞാനെന്നുള്ള യാത്രയെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് അവസരങ്ങൾ കിട്ടലുണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടലില്ല പോകാൻ. ഇവരോടൊക്കെ പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം. മോൻ അവിടെ ഇരുന്ന് സംസാരിക്കേണ്ട ആളല്ല, ഈ സ്റ്റേജിൽ ഇരുന്ന് പറയേണ്ട ആളാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ ഈ പറഞ്ഞ ഇത്രയും നേരം. ഇതൊക്കെ തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നം. ഇയാളൊക്കെ നാട് വിട്ട് പോയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. കാരണന്മാർക്ക് മനസ്സിലായി കാണുമല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. വലിയ താമസിയാതെ ഇതാണ് മാറ്റം പറഞ്ഞത് ഞാൻ ഈ പറയുന്ന കാര്യം. നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല നമ്മുടെ മക്കൾ അവരുടെ ബാല്യകാലത്ത് പ്രതീക്ഷിക്കുന്നത്, അവരുടെ യൗവനകാലത്ത് പ്രതീക്ഷിക്കുന്നത്. ലോകം മാറുകയാണ്. നമ്മൾ കണ്ട താളിയോല ചുരുളുകളിലല്ല ഇവർ ലോകത്തെ കാണുന്നത്. കല്ല് പെൻസിൽ സ്ലേറ്റ് വെച്ചുള്ളതിലല്ല, ടാബ്ലറ്റുകളിലാണ് ഇവർ ലോകത്തെ കാണുന്നത്. ലോകത്തിന്റെ മാറ്റങ്ങളും ലോകത്തിന്റെ ആവശ്യങ്ങളും എന്താണെന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് അത്ഭുതങ്ങൾ കാണിച്ചെങ്കിൽ മാത്രമേ അവരെ ഇനി കേരളത്തിൽ പിടിച്ചു നിർത്താൻ പറ്റൂ. അവരെ ഞെട്ടിച്ചെങ്കിലേ, അവരെ എക്സൈറ്റ് ചെയ്തെങ്കിലേ, അവരെ അമ്യൂസ് ചെയ്തെങ്കിലേ കേരളത്തിൽ അവരെ പിടിച്ചു നിർത്താൻ കഴിയൂ. അതിന് നമ്മൾ വയസ്സന്മാര് മാറിയേ പറ്റൂ. ഹലോ സർ, ഈ കാരണവന്മാരെയും അതുപോലെ നാട്ടുകാരെയും കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇവര് പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട്, അതായത് ഇപ്പോൾ ഷാജഹാൻ ആയിരുന്നാലും ഈജിപ്തിലെ ഫറവോ ആയിരുന്നാലും ഏകാധിപത്യപരമായിട്ട് അവര് രാജാക്കന്മാരായിരുന്നല്ലോ. അവരൊന്നും ഉദ്ദേശിച്ചാൽ ഒരു താജ്മഹൽ ഉണ്ടാക്കാന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ്. അപ്പൊ നമ്മളൊരു ഷാജഹാനെ പോലെ ഒരു താജ്മഹലോ അല്ലെങ്കിൽ ഒരു പിരമിഡോ ഒരു കുതുബ് മിനാറോ ഉണ്ടാക്കാൻ പോയാൽ അപ്പൊ പ്രതിപക്ഷം അവിടെ അടക്കും, വേറെ പ്രഷർ ഇപ്പുറത്ത്. അങ്ങനെയുള്ള ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ ഈ പറഞ്ഞല്ലോ വലിയ വലിയ നമ്മുടെ പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞുതരും.
ഹായ് സർ, അനാസ്. ഞാൻ കേരളത്തിന്റെ നിർമ്മിതികൾ ഇപ്പോൾ കാലത്ത് അത്യാവശ്യം നടക്കുന്നുണ്ട് എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് എടുത്ത് നോക്കുകയാണെങ്കിൽ മിഠായിത്തെരു വളരെ നല്ല രൂപത്തിൽ തന്നെ വൃത്തിയാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ മുകളിൽ ലൈറ്റ് ഒന്നും കത്തുന്നില്ല. അപ്പോൾ ആ സമയത്ത് വ്യാപാരികൾ അവരോട് അനുകൂലമായിട്ട് നിന്നിട്ടില്ല എന്നൊരു പ്രതികാരമാവാൻ ചിലപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കോഴിക്കോട് ബീച്ച് നോക്കുകയാണെങ്കിൽ സൗത്ത് ബീച്ച്, ഇവിടെ ഫ്രീഡം സ്ക്വയർ നല്ല അടിപൊളിയാക്കി അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഇവിടെ കാണാം ഈ സൈഡിലൂടെ ഒരു വേസ്റ്റ് വെള്ളം ഒഴുകുന്നുണ്ട്, അപ്പുറത്ത് പോയാൽ സ്മെല്ലടിക്കുക. അപ്പോൾ അത് ചെയ്യാത്ത ചിലപ്പം ചോദിക്കാൻ പറയും വ്യാപാരികള് അതിന്റെ മാലിന്യം ഒഴുക്കി കളയുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു അവബോധ കുറവാണോ, അല്ലെങ്കിൽ ഇവര് നമ്മളെ തിരിഞ്ഞു നോക്കാത്തതാണോ? ഒരു കാര്യം ചെയ്തു, ലൈറ്റ് കത്തൂല, പിന്നെ ആ ലൈറ്റിന്റെ അടുത്ത് ആരും നോക്കൂല, മെയിൻ്റനൻസ് ഇല്ല. അത് ജനങ്ങൾ കാരണം കൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയുക ഗവൺമെന്റിന്റെ തന്നെ പ്രശ്നം ആയിരിക്കുമോ? ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. കാരണം നമുക്ക് കേരളത്തിലെ പലരും എൻ്റെ അടുത്ത് പറയും, കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ വിദേശികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഒരു ടോയ്ലറ്റ് ഇല്ല വഴിയെ പോകുമ്പോൾ. ശരിയാണ്, പലയിടത്തും ടോയ്ലറ്റുകളില്ല. പക്ഷെ നമുക്ക് ടോയ്ലറ്റ് പണിയാത്തതല്ലല്ലോ. കാരണം പണിയുന്ന അന്ന് ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ടോയ്ലറ്റ് ആയിരിക്കും. പിറ്റേ ദിവസം രാവിലെ അതിനകത്തോട്ട് കയറാൻ നമുക്ക് പറ്റില്ല, അല്ലേ? അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അതിനകത്ത് ആ പരിസരത്തൂടെ പോകാൻ പറ്റാത്ത സ്ഥിതിയാവും. നമുക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സംസ്കാരമില്ല. എല്ലാ സാധനവും എല്ലാ നിമിഷവും മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടും നവീകരിച്ചുകൊണ്ടും ഇരുന്നെങ്കിൽ മാത്രം ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ മുറികൾ വൃത്തിയായി കിടക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ലോഡ്ജിലെ മുറി വൃത്തിയാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം പണിത സമയത്ത് രണ്ടിനും ഒരേ തിളക്കമായിരുന്നിരിക്കാം. 5 സ്റ്റാർ ഹോട്ടലിലെ ടോയ്ലറ്റിൽ ഒരാൾ ഗസ്റ്റ് കയറിയിട്ട് ഇറങ്ങിയാൽ അപ്പോഴേ ഒരാൾ പോയി അത് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് ഇറങ്ങും. അടുത്ത ആൾ കയറിയ ഉടനെ ഒരാൾ കയറിയാൽ ക്ലീൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ നിയമം. അത് പാലിക്കുന്നു. അതാണ് ആ ക്വാളിറ്റിയുടെ വ്യത്യാസം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ക്ലീനിങ്ങിന് നിയോഗിച്ചിരിക്കുന്ന സ്റ്റാഫും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ രാവിലെ വരുന്നു, അദ്ദേഹത്തിന്റെ ചിട്ടപ്രകാരമുള്ള ഒരു ക്ലീനിങ് നടത്തുന്നു. 50 പേര് കയറിയാലും 100 പേര് കയറിയാലും പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ അടുത്ത ക്ലീനിങ് എങ്കിൽ ഇതേ പ്രശ്നം അവശേഷിക്കും. ടൈല് പൊട്ടിയാൽ അത് മാറാൻ 100,000 കടമ്പകൾ നടന്ന് 100,000 ഫയലുകളിലൂടെ ഒരു തീരുമാനം എടുത്ത് വരുമ്പോഴത്തേക്കും ബാക്കി ടൈലുകളെല്ലാം പൊട്ടിത്തീർന്നിട്ടുണ്ടാവും. അപ്പോ ഈ സിസ്റ്റം മാറേണ്ടതുണ്ട്. സിസ്റ്റം പൂർണ്ണമായിട്ടും പരിഷ്കരിക്കപ്പെടണം, യാതൊരു സംശയവുമില്ല. പിന്നെ ഈ വൃത്തിയാക്കിയിടല് അല്ലെങ്കിൽ നമ്മൾ വൃത്തിയാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നാൽ, ഞാൻ ഇപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാളുകളിൽ കോഴിക്കോട്ടെ ഞാൻ പോയിട്ടില്ല. പക്ഷേ കൊച്ചിയിലെ ലുലു മാളിനകത്ത് അല്ലെങ്കിൽ ഹൈലൈറ്റും ഒക്കെ മാളുകൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കോഴിക്കോട്ടെ ഒരു ചന്തയിൽ ഒരു മീൻ വാങ്ങാൻ പോകുമ്പോൾ ഉള്ള ഒരു രീതിയിലാണോ നിങ്ങൾ ലുലു മാളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈലൈറ്റ് മാളിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ ബിഹേവ് ചെയ്യുന്നതും ധരിക്കുന്ന വസ്ത്രം, അവിടുത്തെ കൊണ്ടുപോകുന്ന പാത്രം, അവിടുത്തെ രീതികൾ? അപ്പോൾ ആംബിയൻസ് മാറുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുന്നില്ലേ? ഒരു സ്ഥലം മാറുമ്പോൾ നമ്മളുടെ ബിഹേവിയർ മാറുന്നില്ലേ? നമ്മുടെ സംസാര രീതി മാറുന്നില്ലേ? ചന്തയിൽ വെച്ച് പറയുന്ന അത്ര ശബ്ദത്തിൽ പോലും വെച്ച് നമ്മൾ ലുലുമാളി വെച്ച് വർത്താനം പറയാറില്ല. അപ്പോ ആംബിയൻസ് മാറിയാൽ മനുഷ്യനും മാറും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലോക നിലവാരമുള്ള ഒരു കേരളം സൃഷ്ടിച്ചാൽ ലോക നിലവാരത്തിൽ മലയാളി പെരുമാറുകയും ചെയ്യും. ഹായ് സർ, സാർ ഇപ്പൊ പറഞ്ഞതിന് ഇവിടെ നല്ല കയ്യടി കിട്ടി. ഭരണതന്ത്രത്തിൽ ഈ ആശയങ്ങൾ, ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുകൂടെ പ്രശ്നവും ക്ലിയർ ആക്കി അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിന്റെ ക്ലിയർ പിക്ചറും സാർ തന്നു. ഒരു മാസ്റ്റർ പ്ലാനിന്റെ ആക്ഷൻ പ്ലാനിന്റെ ആവശ്യകതയാണെന്നുള്ളത്. അത് ഭരണയന്ത്രത്തിൽ ഇവിടെ ഇരിക്കുന്നവർ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും. ഭരണത്തിൽ ഇരിക്കുന്നവരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള സാർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. സാർ അത് ഇതിലും നന്നായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ടാവും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കാൻ, അതായത് പ്രോബ്ലവും സൊല്യൂഷനും കൊടുത്തിട്ട് അത് നടപ്പിലാക്കുന്നതിൽ ഇപ്പൊ എല്ലാത്തിലും പൈസ ഇല്ല എന്നുള്ളതല്ല ഒരു വിഷയം. കാരണം റോഡ് പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊളിക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം, അത് പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സജഷൻസ് കേരളത്തിൽ നിന്ന് ഒരു അസറ്റായ സാറെ പോലെ ഒരാൾ കൊടുത്തിട്ട് അത് നടപ്പിലാവുന്നതിൽ എവിടെയാണ് പാളിച്ചകൾ വന്നതെന്ന് കുറച്ചുകൂടെ ആധികാരികമായി ഒന്ന് പറയാമോ? ഇങ്ങനെ ഒരു മൈക്ക് ഇത്ര ആളെയും കിട്ടിയപ്പോ ഇത്രയും പൊട്ടിത്തെറിക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിന്റെ കാരണം അതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇനി അത് അറിയാൻ എവിടെയാ മാറ്റേണ്ടതെന്നും എങ്ങനെയാ മാറേണ്ടതെന്നും, പക്ഷെ അതിലൂടെ ഒന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. ചോദിച്ചു അല്ല, ഒരാൾ കൂടെ സമയമുണ്ട്. ഞാൻ ടി പി രാജൻ, സന്തോഷ് സാറെടുത്ത് കാലത്ത് തൊട്ട്
വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു ഗ്രാമീണ ടൂറിസം അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഹോം സ്റ്റേ നടത്തുന്നത് തേങ്ങാപ്പുറത്ത് റിട്രീറ്റ് എന്നൊരു ഹോം സ്റ്റേ ടൂറിസ്റ്റാണ്. ഞങ്ങളുടെ ഭാഗങ്ങളിൽ ഒരുപാട് വളരെയധികം പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ്. എൻ്റെ മലേഷ്യയിലും ദുബായിലുള്ള എക്സ്പീരിയൻസ് വെച്ച് അവിടെ അത്യാവശ്യം പലതും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടുത്തെ ആ ഗ്രാമം എടുത്ത് ഇതിനിടെ 2-3 വിദേശ ടൂറിസ്റ്റുകളൊക്കെ പറഞ്ഞു വളരെയധികം ഇഷ്ടപ്പെട്ട് അവർക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഗ്രാമീണ ടൂറിസമാണ്, വില്ലേജ് ടൂറിസമാണ്. അവർക്ക് ഈ നഗരങ്ങളൊക്കെ മടുത്ത് 5 സ്റ്റാർ ലിവിങ് മടുത്ത് അവരെ അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും വലിയൊരു ഏരിയയിലുള്ള ആ സൗന്ദര്യത്തിന് അവിടെ വേണ്ട എന്തെങ്കിലും ഒരു പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒന്നും ചെയ്തു തരുന്നില്ല. പക്ഷെ പോട്ടെ, സ്വന്തമായിട്ട് ഓരോ വ്യക്തികളും തയ്യാറാവുമ്പോൾ അവരെ സംഘടിപ്പിച്ച് തയ്യാറാക്കുമ്പോൾ അതിനും നമുക്ക് തടസ്സങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെന്താണ് ഒരു സൊല്യൂഷൻ സാറൊന്ന് പറഞ്ഞു? ഇത് ഭരണ സംവിധാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉദ്യോഗസ്ഥര് നമ്മളൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കുക. ഒക്കെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു കമ്പനി, അതും ഒരു സ്റ്റേറ്റിന്റെ ഭരണം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അവിടെ ടാർഗറ്റുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക്, ഇപ്പൊ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തിന്റെ പഞ്ചായത്തില് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മിനിസ്ട്രിയിൽ നിന്ന് തന്നെ ഒരു ടാർഗറ്റ് കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്ര ഹോം സ്റ്റേകൾ ഇത്ര നാളിനകം പ്രവർത്തിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവന്റെ പുറകെ വന്ന് ഹോം സ്റ്റേ തുടങ്ങിക്കേണ്ടി വരും അവര്, ഇല്ലേ? അപ്പൊ ഹോം സ്റ്റേക്ക് ലൈസൻസ് നടക്കുന്നവന് തരാതിരിക്കുക എന്നുള്ളതല്ല, അവര് 10 പേരെ കണ്ടുപിടിക്കാൻ പുറകെ നടക്കേണ്ടി വരും. ഇടയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ സ്കൂളുകളിൽ പിള്ളേരുടെ എണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ പിള്ളേരെ പിടിക്കാൻ, ജോലി പോകാതിരിക്കാൻ വേണ്ടി വീട് തോറും കയറുന്ന അധ്യാപകർ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ടാർഗറ്റ് കൊടുക്കണം. നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ ഇത്തരം ടൂറിസം സ്ഥാപനങ്ങൾ വന്നിരിക്കണം, ഇത്ര വ്യവസായങ്ങൾ വന്നിരിക്കണം, അത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കണമെന്ന് ടാർഗറ്റ് കൊടുത്താൽ അവർ പണിയെടുക്കേണ്ടി വരും. ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങണം. നമ്മുടെ കൃഷി ഓഫീസർമാരുണ്ടല്ലോ എല്ലാ പഞ്ചായത്തിലും, അവർക്ക് അവിടെ ഇത്ര കിലോ പച്ചക്കറി ഓരോ വർഷവും ഉത്പാദിപ്പിച്ചിരിക്കുന്ന ടാർഗറ്റ് കൊടുക്കണം. അതിനെ ബേസ് ചെയ്ത് ഇൻസെന്റീവ്സ് കൊടുക്കണം. അതിനെ ബേസ് ചെയ്തായിരിക്കണം സാലറി. ഈ മട്ടിൽ പുനഃക്രമീകരിക്കണം നമ്മുടെ ഭരണ സംവിധാനത്തെ. വഴികളില്ലാത്തതല്ല, ലോകത്തോട്ട് നോക്കി എല്ലാത്തിനും വഴികളുണ്ട്. മറ്റു രാജ്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളും എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്? നമ്മുടെ സംവിധാനങ്ങളെ പൊളിച്ചെഴുതാൻ നല്ല നട്ടലോടുകൂടി കരളുറപ്പോടുകൂടി ഭരണ സംവിധാനം ഇറങ്ങിയാൽ ഇതൊക്കെ നടക്കുക തന്നെ ചെയ്യും.